9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ. ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നും അവയുടെ ഡിഗ്രി അല്ലെങ്കിൽ കൃതിയെക്കുറിച്ചും പോളിനോമിയൽസിന്റെ വാല്യൂസിനെ കുറിച്ചും അല്ലെങ്കിൽ വിലയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന ടോപ്പിക് ഏതാ? ഓൾജിബ്ര ഓഫ് മെഷേഴ്സ് അല്ലെങ്കിൽ അളവുകളുടെ ബീജഗണിതം. നമ്മൾ 8ാം ക്ലാസ്സിൽ വെച്ച് പല ചോദ്യങ്ങളും ഓൾജിബ്ര ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലത്തെ ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് തന്നേക്കുന്നത്. ഇവിടെ നമുക്കൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ചതുരം തന്നിട്ടുണ്ട്. ഈ ചതുരത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം എന്നാ? ആ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ സൈഡുകളെല്ലാം 1 സെന്റിമീറ്റർ വീതം കൂട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്ര അല്ലെങ്കിൽ ചുറ്റളവ് എത്ര? അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് 2 സെന്റിമീറ്റർ വീതമാണ് കൂട്ടിയതെങ്കിലോ? പിന്നെയും ചോദിച്ചിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ വീതമാണ് ഓരോ വശങ്ങളും കൂട്ടിയതെങ്കിൽ പെരിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഓരോന്നും കണ്ടുപിടിച്ച് നോക്കിയാലോ. ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ സൈഡുള്ള ഈ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2l+b ആണല്ലേ. 2 ഇൻറ്റു നീളം പ്ലസ് വീതി ആണല്ലേ പെരിമീറ്റർ. 2 ഇൻറ്റു l+b ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലെ. 3 പ്ലസ് ബ്രെഡ്ത്തോ 2 സെന്റിമീറ്റർ. 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 2 5 അല്ലെ. 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അതായത് ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെക്ടാങ്കിളിന്റെ എല്ലാ സൈഡും എത്ര സെന്റിമീറ്റർ വെച്ച് കൂട്ടി? ഓരോ സെന്റിമീറ്റർ വെച്ച് കൂട്ടി അല്ലെ. അപ്പൊ നമുക്ക് പുതിയ റെക്ടാങ്കിൾ കിട്ടി. ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൈഡുകളെല്ലാം ഓരോ സെന്റിമീറ്റർ കൂട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ നീളം എത്ര സെന്റിമീറ്റർ ആകും? 4 സെന്റിമീറ്റർ ആകും അല്ലെ. 3 4 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ ആയിരുന്നല്ലേ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി, അത് എത്ര സെന്റിമീറ്റർ ആകും? 2 3 സെന്റിമീറ്റർ ആകും അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്നാ? 2 ഇൻറ്റു l+b അല്ലെ. 2 ഇൻറ്റു ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞേ? 3 4 സെന്റിമീറ്റർ. അതായത് 4 പ്ലസ് ബ്രെഡ്ത്തോ 3 സെന്റിമീറ്റർ അല്ലെ. 3 ഈക്വൽ ടു 2 ഇൻറ്റു 4 3 7 അല്ലെ. 2 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 14 സെന്റിമീറ്റർ എന്ന് കിട്ടും. 14 സെന്റിമീറ്റർ. അതായത് ആദ്യത്തെ പെരിമീറ്റർ എത്രയായിരുന്നു? 10 സെന്റിമീറ്റർ അല്ലെ. രണ്ടാമത്തതോ 14 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ സൈഡുകളെല്ലാം ഓരോ സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ പെരിമീറ്ററിൽ വന്ന മാറ്റം എന്താ? പെരിമീറ്റർ 4 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തല്ലേ. അതായത് പുതിയ പെരിമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ പെരിമീറ്റർ എത്രയായിരുന്നു? 10 സെന്റിമീറ്റർ അല്ലെ. അതായത് 10 പ്ലസ് 4 എന്ന് എഴുതാം അല്ലെ. 10 പ്ലസ് 4. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് എന്താ? സൈഡുകളെല്ലാം 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താലോ? സൈഡ് ഇൻക്രീസ്ഡ് ബൈ 2 സെന്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഈക്വൽ ടു ഇക്വേഷൻ എന്നാ? അത് തന്നെയാണ് അല്ലെ. 2 ഇൻറ്റു l+b. 2 ഇൻറ്റു ലെങ്ത് എത്രയായിട്ട് മാറും? എത്രയായിരുന്നു ലെങ്ത് ഉള്ളത്? 3 സെന്റിമീറ്റർ അല്ലെ. 2 സെന്റിമീറ്റർ ഇൻക്രീസും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 3 2 5 സെന്റിമീറ്റർ അല്ലെ. 5 പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിട്ട് മാറും? ആദ്യം 2 സെന്റിമീറ്റർ ആയിരുന്നു, 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തല്ലേ. അപ്പോൾ എത്രയായിട്ട് മാറും? 4 സെന്റിമീറ്റർ. അതായത് 5 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 2 ഇൻറ്റു 9 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 18 സെന്റിമീറ്റർ. ഇനി ആദ്യത്തെ പെരിമീറ്റർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ആദ്യത്തെ എത്രയായിരുന്നു? 10 സെന്റിമീറ്റർ അല്ലെ. എത്ര ഇൻക്രീസ് ചെയ്തു പെരിമീറ്റർ? 8 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 8 എന്ന് എഴുതാം അല്ലെ. 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 10 പ്ലസ് 4 ആയിരുന്നു. 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോഴോ 10 പ്ലസ് 8 ആയി. 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ആ ഇൻക്രീസ് ചെയ്ത വാല്യൂവിനെ എഴുതാൻ പറ്റുമോ നോക്കിക്കേ. ആദ്യത്തേത് 10 പ്ലസ് 4 അല്ലെങ്കിൽ 4 ഇൻറ്റു 1 എന്ന് നമുക്ക് എഴുതാലോ. 10 പ്ലസ് 4 ഇൻറ്റു 1. രണ്ടാമത്തേതോ 10 പ്ലസ് 8നെ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 2 എന്ന് എഴുതത്തില്ലേ. 4 ഇൻറ്റു 2. അതായത് ഒരു സൈഡ് 2 സെന്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്ററിന് വന്ന മാറ്റം എന്താണ്? പെരിമീറ്റർ 18 സെന്റിമീറ്റർ ആയി. ആ 18 സെന്റിമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ. അതായത് നമ്മുടെ ഒറിജിനൽ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം? 8 സെന്റിമീറ്ററും കൂടെ ആഡ് ചെയ്യണം അല്ലെ. 10 പ്ലസ് 8 അല്ലെങ്കിൽ 10 പ്ലസ് 4 ഇൻറ്റു 2.
സൈഡ് 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ പെരിമീറ്ററിന് വന്ന മാറ്റം എന്താ? 10 + 4 × 1. 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 4 × 1 അല്ലെ. 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോഴോ 10 + 4 × 2 എന്ന് വരും അല്ലെ. അതായത് 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താ മാറ്റം വന്നത്? 4 × 2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും മാറ്റം? 10 + 4 × 3 എന്ന് വരും അല്ലെ. അങ്ങനെയല്ലേ ആ പാറ്റേൺ വരുന്നത്? 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 10 + 4 × 1. 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 10 + 4 × 2. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോഴോ 10 + 4 × 3. അങ്ങനെയല്ലേ വരുന്നത്? 3 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എന്തായിട്ട് മാറും? 10 + 4 × 3. അങ്ങനെയാണെങ്കിൽ 4 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താലോ 10 + 4 × 4 ആകും അല്ലെ. ഇൻക്രീസിങ് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 2.5 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോഴോ? ഇത്രയേ ഉള്ളൂ. എന്താ? 10 + 4 × 2.5 അല്ലെ. ഇൻക്രീസിങ് 2.5 സെന്റിമീറ്റർ. പെരിമീറ്റർ ഈക്വൽ ടു 10 + 4 × 2.5. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകത വെച്ച് പെരിമീറ്ററിന്റെ ഈ മാറ്റത്തെ ഒരു ഓൾജിബ്ര ആയിട്ട് അല്ലെങ്കിൽ ബീജഗണിതമായിട്ട് എഴുതാൻ പറ്റുമോ? എന്താ മാറുന്നത്? സൈഡുകൾ ഇൻക്രീസ് ചെയ്യുന്ന അളവാലേ മാറുന്നത്. അപ്പൊ മാറുന്ന അളവിനെ എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് എടുക്കണം അല്ലെ. അതായത് ഈ റെക്ടാംഗിളിന്റെ ഇൻക്രീസ് ചെയ്യുന്ന ആ അളവ് ഏതായിട്ട് എടുത്തു? എക്സ് അല്ലെ. നമുക്ക് എങ്ങനെ പറയാം? ഇൻക്രീസിങ് എക്സ് സെന്റിമീറ്റർ. എക്സ് സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താൽ പെരിമീറ്റർ എന്തായിരിക്കും? ഈ പ്രത്യേകത വെച്ചൊന്ന് പറഞ്ഞേ. 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ പെരിമീറ്റർ എന്തായിട്ട് കിട്ടി? 10 + 4 × 1 അല്ലെ. 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോഴോ 10 + 4 × 2. 3 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോഴോ 10 + 4 × 3. 4 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 10 + 4 × 4. അങ്ങനെയാണെങ്കിൽ എക്സ് സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോഴോ പെരിമീറ്റർ ഈക്വൽ ടു 10 + 4 × എക്സ് അല്ലെ. 10 + 4 × എക്സ്. പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതി നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തല്ലേ. പെരിമീറ്റർ ഈക്വൽ ടു 10 + 4 × എക്സ്. പെരിമീറ്ററിന് നമുക്ക് പി എന്ന് എഴുതാം അല്ലെ. പി ഈക്വൽ ടു 10 + 4 × എക്സ്. 4 × എക്സ്. ഇതാണ് എന്ത്? ഈ റെക്ടാംഗിളിന്റെ സൈഡുകളെല്ലാം ഒരേ അളവിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്ററിന് വരുന്ന മാറ്റം. ഓരോ സൈഡും എക്സ് സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? പി ഈക്വൽ ടു 10 + 4 × എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഓൾജിബ്രിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളോട് കുറച്ച് വാല്യൂസും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെക്ടാംഗിളിന്റെ ഓരോ സൈഡും 3 സെന്റിമീറ്റർ വീതം കൂട്ടിയാൽ പെരിമീറ്റർ എത്രയായിരിക്കും? അല്ലെങ്കിൽ 3.5 സെന്റിമീറ്റർ വീതം കൂട്ടിയാൽ പെരിമീറ്റർ എത്രയായിരിക്കും? ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3.25 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 and 3/4 സെന്റിമീറ്റർ കൂട്ടിയാൽ പെരിമീറ്റർ എത്രയായിരിക്കും? ഇത് 3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഓൾജിബ്രിക് ഇക്വേഷൻ ഏതായിരുന്നു? പി ഈക്വൽ ടു 4x + 10 അല്ലെ. നമ്മൾ പറഞ്ഞത് എങ്ങനെയാ? പി ഈക്വൽ ടു 10 + 4 × x എന്നാ പറഞ്ഞത് അല്ലെ. 4 × x അല്ലേ 4x അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി ഈക്വൽ ടു 10 + 4x എന്ന് എഴുതാം. നമ്മൾ സാധാരണ വേരിയബിൾ ഉള്ള ടൈം അല്ലെങ്കിൽ ചരമുള്ള ടൈം ആദ്യം എഴുതാറ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? 4x ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ പി ഈക്വൽ ടു 4x + 10. നമ്മൾ ആദ്യം എഴുതിയ ആ ഇക്വേഷൻ തന്നെയാ കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 സെന്റിമീറ്റർ സൈഡ് കൂട്ടിയാൽ പെരിമീറ്റർ എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ കൂട്ടിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് അല്ലേ കൂടുന്നത്. അതായത് എക്സിന്റെ സ്ഥാനത്ത് എത്ര വരും? 3 സെന്റിമീറ്റർ വരും അല്ലെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? പി ഈക്വൽ ടു 4 × എക്സിന്റെ സ്ഥാനത്ത് ഏത് വരും? 3 സെന്റിമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ് മാറ്റി ഏത് എഴുതിക്കണോ? 3 എഴുതിക്കണോ അല്ലെ. 4 × 3 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 4 × 3 എത്രയാ? 12. 12 + 10 22 സെന്റിമീറ്റർ എന്ന് വരും. 22 സെന്റിമീറ്റർ ആയിരിക്കും എന്ത്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സൈഡ് 3.5 സെന്റിമീറ്റർ ആണ് കൂട്ടിയിരിക്കുന്നതെങ്കിലോ അപ്പൊ എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് ഏത് വരും? 3.5 വരും അല്ലെ. എക്സ് മാറ്റി ഏത് കൊടുത്താൽ മതി? 3.5 കൊടുത്താൽ മതി അല്ലെ. അപ്പോൾ പെരിമീറ്റർ പി ഈക്വൽ ടു 4 × 3.5. 3.5 + 10. ഇനി ഇതെങ്ങനെയൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നേ? 3.5നെ എന്താക്കി മാറ്റണം? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ. അല്ലെങ്കിൽ ഒരു വിഷമ ഭിന്നമാക്കി മാറ്റണം. എങ്ങനെയാ അത് മാറ്റുന്നത്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ. അപ്പോൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 1 ആഡ് ചെയ്യുക. അങ്ങനെയല്ലേ മാറ്റുന്നത്? 3 2 6, 6 1 7 അല്ലെ. അപ്പോൾ 4 × 7 /
ഡിനോമിനേറ്റർ എത്രയായിരിക്കും? ഡിനോമിനേറ്ററിന് മാറ്റമൊന്നുമില്ല, 2 തന്നെയായിരിക്കും അല്ലെ, 2. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പഠിച്ചോ. 2 × 3 ചെയ്യുക, 1 ആഡ് ചെയ്യുക, 3 2 6, 6 1 7, 7 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന് യാതൊരു മാറ്റമില്ല, അതങ്ങനെ തന്നെ എടുത്ത് എഴുതുക, പ്ലസ് 10. ഇനി നോക്കിക്കേ, ഈ 4ഉം 2 കൂടി ക്യാൻസൽ ആയി പോലെ, 4ഉം 2 കൂടി ക്യാൻസൽ ആയി പോയി, ഇവിടെ 2 വരും അല്ലെ, 4 2 2 പ്രാവശ്യം, 2 × 7 14 അല്ലെ. അപ്പോൾ 14 പ്ലസ് 10 എന്ന് വരും, 14 10 എത്രയാണ്? 24 സെന്റിമീറ്റർ. ഒരു സൈഡ് 3.5 സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്തത് എങ്കിൽ ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയായിരിക്കും? 24 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നത്? 3 and 3/4 സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? P = 4 × എക്സിന്റെ സ്ഥാനത്ത് ഏതെഴുതിക്കണം? 3 and 3/4 എഴുതണം അല്ലെ, 3 and 3/4 പ്ലസ് 10. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ. ആദ്യം പറഞ്ഞായിരുന്നല്ലോ എങ്ങനെ മാറ്റുന്നത്? 4 3 കൂടെ ഗുണിക്കണം, 3 ആഡ് ചെയ്യണം അല്ലെ. 3 12, 12 3 15. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 4 × 15 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ മാറ്റമൊന്നും ഇല്ലല്ലോ, 4 തന്നെയല്ലേ, 15/4 പ്ലസ് 10. 4 4 കൂടെ ക്യാൻസൽ ആയി പോയില്ലേ, 4 4 കൂടെ ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്ത് വരും? 15 പ്ലസ് 10 എന്ന് വരും അല്ലെ. എത്ര വരും? 25 സെന്റിമീറ്റർ. പെരിമീറ്ററുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ആദ്യം നമ്മൾ എന്തായിരുന്നു ചെയ്തത്? പെരിമീറ്ററിന് വരുന്ന മാറ്റം ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ ആയിട്ട് എഴുതി അല്ലെ, P = 4x + 10. ആ ഓൾജിബ്രിക് ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഓരോ പെരിമീറ്ററും കണ്ടുപിടിച്ചത്. സൈഡ് ഇൻക്രീസ് ചെയ്ത അളവിനെയാണ് എന്തായിട്ട് എടുത്തത്? x ആയിട്ട് എടുത്തത്. ഈ ഓൾജിബ്രിക് ഫോമിനെ നമുക്ക് വീണ്ടും ഒന്ന് ചെറുതായിട്ട് എഴുതാം. ഇവിടെ P = 4x + 10 പകരം P of x = 4x + 10 എന്ന് എഴുതിയേക്കുന്നത് അല്ലെ. ഈ ഓൾജിബ്രിക് ഇക്വേഷനിൽ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മാറുന്ന സംഖ്യ ഏതാണ്? x ആണ് അല്ലെ. എക്സിന്റെ വാല്യൂ മാറുന്നതനുസരിച്ചാണ് ഏത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? പെരിമീറ്റർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് ഏറ്റവും ആദ്യമായിട്ട് മാറുന്ന സംഖ്യ ഏതാണ്? x. അതുകൊണ്ട് നമ്മൾ ഇവിടെ P of x എന്ന് എഴുതി. അതായത് ഈ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ആരെ ബേസ് ചെയ്തായിരിക്കുന്നത്? എക്സിനെ ബേസ് ചെയ്തായിരിക്കുന്നത് അല്ലെ. എക്സ് മാറുമ്പോൾ ഏത് മാറും? പെരിമീറ്റർ മാറും, ശരിയാണല്ലോ. P of x എന്ന് എഴുതാനുള്ള കാരണം ഇപ്പൊ മനസ്സിലായോ? പെരിമീറ്റർ അല്ലെങ്കിൽ P മാറുന്നത് ഏതിനനുസരിച്ചാണ്? എക്സിനെ അടിസ്ഥാനമാക്കിയാണ്. എക്സ് മാറുന്നതനുസരിച്ച് ഏത് മാറിക്കൊണ്ടിരിക്കും? നമ്മുടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? P of x. എക്സിനനുസരിച്ച് പെരിമീറ്റർ മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x + 10. അടുത്ത് നോക്കിക്കേ, P of 3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഏതാ? 3 എഴുതിയിട്ടുണ്ട് അല്ലെ. സൈഡ് ഇൻക്രീസ് ചെയ്യുന്നതല്ലേ x സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 3 എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? സൈഡ് എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന അതിന്റെ അർത്ഥം? 3 സെന്റിമീറ്റർ അല്ലെ. എക്സിന്റെ സ്ഥാനത്ത് ഏതാണ്? 3 എഴുതിയിരിക്കുന്നു. അതായത് നമ്മുടെ അടുത്ത ആ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന ഇവിടെ? 3 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ 3 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ എത്ര എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 22 സെന്റിമീറ്റർ അല്ലെ. 22 സെന്റിമീറ്റർ. അടുത്ത ഇതിന്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞേ? എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിയിരിക്കുന്നത്? 3.5 ആണല്ലേ, 3.5 ആണ് എഴുതിയിരിക്കുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്നാ? ആ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 3.5 സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് ഏത് നമ്മൾ കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം, ശരിയാണല്ലോ. സൈഡ് 3.5 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എത്രയാ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ? എത്രയാ? 24 സെന്റിമീറ്റർ. 24 സെന്റിമീറ്റർ. ഇതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ പറഞ്ഞ എങ്ങനെയാണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് ഏതാണ്? 3 and 3/4 അല്ലെ. അതായത് ആ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 3 and 3/4 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എഴുതേണ്ടത്? അതിനനുസരിച്ച് പെരിമീറ്ററിന് വന്ന മാറ്റം എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത് അല്ലെ. അപ്പോൾ ഒരു സൈഡ് 3 and 3/4 ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എത്രയായിട്ട് മാറും? 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്റർ. അതായത് ആ ഓൾജിബ്രിക് ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് വന്ന മാറ്റം അനുസരിച്ച് നമ്മൾ എന്ത് എഴുതി? ആ ഇക്വേഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് പെരിമീറ്റർ ആയിട്ട് എഴുതി. ഇതെങ്ങനെയൊക്കെയാ വായിക്കുന്നത്? P of x = 4x + 10. ഇതോ P of 3 = 22 സെന്റിമീറ്റർ.
P of 3.5 that is equal to 24 centimeter. P of 3 and 3/4 that is equal to 25 centimeter. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. നമ്മുടെ ഈ ഓൾജിബ്രിക് ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എഴുതിട്ട് കൊടുത്താൽ മതി. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്ന ഓരോ സംഖ്യകൾ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. അടുത്ത പോർഷൻ നോക്കിക്കേ. എന്താ കണ്ടുപിടിക്കേണ്ടത്? സെയിം റെക്ടാങ്കിൾ തന്നെയല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് പെരിമീറ്റർ അല്ല കണ്ടുപിടിക്കേണ്ടത്, ഏരിയ കണ്ടുപിടിക്കേണ്ടത്. സൈഡുകളെല്ലാം സെയിം അളവിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയയ്ക്ക് വരുന്ന മാറ്റം എന്താണെന്നാണ് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ, LB ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാങ്കിളിന്റെ ഏരിയയ്ക്ക് വരുന്ന ചേഞ്ച് ഓൾജിബ്രിക് ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് എഴുതിക്കേ, അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ചൊന്ന് എഴുതിക്കേ. നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ റെക്ടാങ്കിൾ ആയി വരച്ചു വെച്ചിരിക്കുന്നത് അല്ലെ, 3 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ സൈഡുകളുള്ള റെക്ടാങ്കിൾ. അതിന്റെ സൈഡുകൾ എത്ര സെന്റിമീറ്റർ വെച്ചാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? X സെന്റിമീറ്റർ വെച്ചാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. X സെന്റിമീറ്റർ. ഇവിടെ എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു? X സെന്റിമീറ്റർ അല്ലെ. എല്ലാ സൈഡുകളും X സെന്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാലോ? ഏരിയ ആയതുകൊണ്ട് ഞാൻ അതിനെ A എന്ന് എഴുതിച്ചു. A ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്ററും പിന്നെ X സെന്റിമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്തല്ലേ. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 3 + X ആയി അല്ലെ. 3 + X. ബ്രെഡ്ത്ത് എത്രയാണ്? 2 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നു, X സെന്റിമീറ്റർ നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പൊ മൊത്തത്തിൽ എത്ര വരും? 2 + X എന്ന് വരും അല്ലെ. 2 + X. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2 ബ്രാക്കറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഓരോ സംഖ്യയും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ സംഖ്യകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ 3 × 2 ചെയ്യണം അല്ലെ. 3 × 2 6. അടുത്തത് 3 × X. 3 × X എത്രയാ? 3x അല്ലെ. പ്ലസ് 3x. അടുത്തത് X × 2 2x അല്ലെ. പ്ലസ് 2x. X × X x² പ്ലസ് x². ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കേ. 3x ഉം 2x ഉം 5x വരും അല്ലെ. രണ്ടും സെയിം വേരിയബിൾ ആണ് അല്ലെ. 3x 2x. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 3x ഉം 2x ഉം 5x. 6 + 5x പ്ലസ് x². ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ വേരിയബിൾസ് എല്ലാം ആദ്യം എഴുതാറ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കേ. എന്ത് വരും? x² പ്ലസ് 5x പ്ലസ് 6. അതായത് ഈ റെക്ടാങ്കിളിന്റെ സൈഡുകൾ ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയയ്ക്ക് വരുന്ന ചേഞ്ച് നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. എന്ത് കിട്ടി? x² + 5x + 6 എന്ന് കിട്ടി അല്ലെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? A of x ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. സൈഡ് എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? X സെന്റിമീറ്റർ വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ X സെന്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്താൽ അതിന് ഏരിയയ്ക്ക് വരുന്ന മാറ്റം നമ്മൾ എങ്ങനെ എഴുതും? A of x എന്ന് എഴുതുന്നത് അല്ലെ. ഈക്വൽ ടു എന്താ മാറ്റം? x² + 5x + 6 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വശങ്ങളെല്ലാം 1 സെന്റിമീറ്റർ കൂട്ടിയാൽ സൈഡ് 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയയ്ക്ക് വരുന്ന മാറ്റം നമ്മൾ എങ്ങനെ എഴുതാറ്? X സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? A of x എന്ന് എഴുതും അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ? A of 1 എന്ന് എഴുതും അല്ലെ. അതായത് എക്സിന്റെ സ്ഥാനത്ത് എഴുതിട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം. A of 1 ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് എഴുതിട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? A of 1 ഈക്വൽ ടു x² എന്തായിട്ട് മാറും? 1ന്റെ സ്ക്വയർ ആകും. പ്ലസ് 5 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എഴുതിക്കോണം, 1 എഴുതിക്കോണം അല്ലെ. 5x അടുപ്പിച്ചല്ലേ, അതിന്റെ ഇടയ്ക്ക് ചിഹ്നമൊന്നും ഇല്ലല്ലോ. അത് കാരണം 5 1 എന്നിങ്ങനെ നിരത്തി പിടിച്ച് എഴുതിയാൽ മതിയോ? 5 1 എന്താ? 51. അത് ശരിയാണോ? തെറ്റാ. കാരണം 5ഉം xഉം അതിന്റെ ഇടയിൽ ഏതാ ചിഹ്നം? ഇൻറ്റു ചിഹ്നം ഉണ്ട്, അത് മറക്കരുത് കേട്ടോ. അപ്പൊ 5 × 1 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു, അന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെ അല്ലെ. പ്ലസ് 5 × 1 5 പ്ലസ് 6. അതൊന്ന് ആഡ് ചെയ്തേ. 5 1 6 6 6 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അടുത്തത് എക്സ്റ്റൻഷൻ ഈസ് 1.5 സെന്റിമീറ്റേഴ്സ്. 1.5 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് കൂട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാ? 1.5 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
എക്സ് സെന്റിമീറ്റർ ആണെങ്കിൽ എ ഓഫ് എക്സ് അല്ലേ? അപ്പൊ 1.5 സെന്റിമീറ്റർ ആണെങ്കിലോ എ ഓഫ് 1.5. എ ഓഫ് 1.5. എങ്ങനെ ചെയ്യുന്നത്? എക്സിന്റെ സ്ഥാനത്ത് എല്ലാം ഏതിട്ട് കൊടുക്കണം? 1.5 ഇട്ട് കൊടുക്കണം അല്ലെ? എക്സ് സ്ക്വയർ അതായത് 1.5ന്റെ സ്ക്വയർ പ്ലസ് 5 into 1.5 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5ന്റെ സ്ക്വയർ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കി മാറ്റണം അല്ലെ? ഇപ്പോൾ 1.5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എങ്ങനെ മാറ്റുന്നത്? 2 into 1 ചെയ്യണം, 1 കൊണ്ട് ആഡ് ചെയ്യണം അല്ലെ? 1 2 2 2 1 3 അതായത് 3/2 സ്ക്വയർ പ്ലസ് 5 into വീണ്ടും മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിക്കേ 3/2 അല്ലേ? അതായത് 5 into 3/2 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2ന്റെ സ്ക്വയർ. ന്യൂമറേറ്ററിന്റെ സ്ക്വയർ കാണണം, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കാണണം, അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 divided by 4 എന്ന് കിട്ടും അല്ലെ? 9 divided by 4 പ്ലസ് 5 into 3/2. ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പോൾ 5 into 3 15, 15 divided by 2 then plus 6. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആക്കണം അല്ലെ? ഇവിടെ 6ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 6ന്റെ ഡിനോമിനേറ്റർ 1 അല്ലെ? 4 2 1 ഇതൊക്കെയല്ലേ ഡിനോമിനേറ്റേഴ്സ്? ഇതിന്റെ എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാ? 4ന്റെയും 2ന്റെയും 1ന്റെയും 4 ഒരു മൾട്ടിപ്പിൾ അല്ലേ? 1 4 4 ഇവിടെയോ 2 2 4 ഇവിടെയോ 1 into 4 4 കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ 4 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എല്ലാത്തിന്റെ എത്രയാക്കി മാറ്റണം? 4 ആക്കി മാറ്റണം. ആദ്യത്തേതിന് ഒരു മാറ്റം വരുത്തണ്ടല്ലോ. 9 divided by 4 പ്ലസ് ഇതെന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പോൾ 15 into 2 30, 30 divided by 2 into 2 4 പ്ലസ് 4 കൊണ്ട് ഗുണിച്ചാലല്ലേ 4 കിട്ടുള്ളൂ. അതായത് 6 into 4 6 4 24 divided by 4 ഈക്വൽ ടു എത്ര കിട്ടും? 30 24 54 അല്ലെ? 54 9 63 63 divided by 4 എന്ന് നമുക്ക് കിട്ടും. ഇതൊന്ന് ഹരിച്ച് എത്ര കിട്ടും? 63 divided by 4. 6നകത്ത് ഒരു പ്രാവശ്യം 1 4 4 ശിഷ്ടം 2 23. 23 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം അല്ലെ? I 4 20 ശിഷ്ടം 3. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 and 3/4 എന്ന് എഴുതാം. 15 and 3/4 മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് 15 and 3/4. അടുത്തത് ഒരു സൈഡ് 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താലോ? അതിന് നമുക്ക് എങ്ങനെ വിചാരിക്കും? എക്സ് സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താലോ? എ ഓഫ് 2 അല്ലെ? എ ഓഫ് 2 അതായത് എക്സിന്റെ സ്ഥാനത്ത് ചെയ്തിട്ട് കൊടുക്കണം 2 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതെല്ലാവരും നമ്മുടെ ജനറൽ ഫോം എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കണം അല്ലെ? എക്സ് സ്ക്വയർ 2ന്റെ സ്ക്വയർ പ്ലസ് 5 into എക്സ് അതായത് 5 into 2 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്തേ. 2ന്റെ സ്ക്വയർ 4 അല്ലെ? 4 പ്ലസ് 5 into 2 10 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര വരും? 10 4 14 6 20 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഏരിയ മാറുന്നതിന്റെ ജനറൽ ഫോം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതെന്താണ്? എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. സൈഡ് എക്സ് സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താൽ അതിനനുസരിച്ച് ഏരിയ മാറും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ സ്ഥാനത്ത് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമ്മൾ പുതിയ ഏരിയകൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം എന്തായിരുന്നു കണ്ടുപിടിച്ചത്? പെരിമീറ്റർ ആയിരുന്നു അല്ലെ? റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. രണ്ടാമതായിട്ടോ റെക്ടാങ്കിളിന്റെ ഏരിയക്ക് വരുന്ന മാറ്റം ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തല്ലേ? ഇപ്പോഴോ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയത്തിന് വരുന്ന മാറ്റം ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോവുക. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ അളവുകൾ? 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. ഇതൊക്കെയല്ലേ അളവുകൾ? അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതല്ലേ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വോളിയം ഈക്വൽ ടു LBH അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമ്മളോട് ഇതിന്റെ വെറുതെ വോളിയം കണ്ടുപിടിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല അല്ലെ?
ഓരോ സൈഡും സെയിം ലെങ്തിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോളിയത്തിന് വരുന്ന മാറ്റം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതൊരു ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഓരോ സൈഡും എക്സ് സെന്റിമീറ്റർ വീതമാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓരോ സൈഡും എത്ര സെന്റിമീറ്റർ വീതം ഇൻക്രീസ് ചെയ്തു? എക്സ് സെന്റിമീറ്റർ വീതം അല്ലെ? അപ്പോൾ ആദ്യത്തെ സൈഡ് എന്തായിട്ട് മാറും? 1 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ? എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു? എക്സ് സെന്റിമീറ്റർ. ആദ്യത്തെ സൈഡ് എത്ര കിട്ടും? 1 പ്ലസ് എക്സ്. രണ്ടാമത്തെ സൈഡോ? ആദ്യം എത്രയായിരുന്നു? 2 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു? എക്സ് സെന്റിമീറ്റർ അല്ലെ? ടോട്ടൽ എത്രയായി? 2 പ്ലസ് എക്സ്. മൂന്നാമത്തെ സൈഡോ? 3 സെന്റിമീറ്റർ ആയിരുന്നു, എക്സ് സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വരും? 3 പ്ലസ് എക്സ്. ഇതാണ് നമ്മുടെ പുതിയ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഓരോ സൈഡുകളും അല്ലെ? ഇനി വോളിയം കണ്ടുപിടിക്കണമല്ലോ. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? വോളിയം ഈക്വൽ ടു എൽ ബി എച്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സൈഡ് എത്രയാ? 1 പ്ലസ് എക്സ്. 1 പ്ലസ് എക്സ് ഇൻറ്റു അടുത്തത് ബി അല്ലേ? ബ്രെഡ്ത്ത് 2 പ്ലസ് എക്സ്. 2 പ്ലസ് എക്സ് ഇൻറ്റു മൂന്നാമത്തെ സൈഡോ? 3 പ്ലസ് എക്സ്. 3 പ്ലസ് എക്സ്. മൂന്നാമത്തെ സൈഡ് അല്ലെങ്കിൽ ഉയരം 3 പ്ലസ് എക്സ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 3 ബ്രാക്കറ്റുകളുണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആദ്യത്തെ ഈ 2 ബ്രാക്കറ്റ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ ആൻസറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മൂന്നാമത്തെ ബ്രാക്കറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് എഴുതിയാലോ? 1 പ്ലസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ ബ്രാക്കറ്റിലെ ഓരോ സംഖ്യകളെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു എക്സ് എക്സ് അല്ലെ? പ്ലസ് എക്സ്. എക്സ് ഇൻറ്റു 2 2x അല്ലെ? പ്ലസ് 2x. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സെയിം ടൈംസ് ഉണ്ടോ? എക്സ് 2x സെയിം ടൈംസ് അല്ലേ? അതുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്യാം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് പ്ലസ് 2x 3x വരും. 3x പ്ലസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കേ. വേരിയബിൾസ് അല്ലേ ആദ്യം വരേണ്ടത്? അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. അതായത് ആദ്യത്തതിന്റെ ആൻസർ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഇനി ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് എക്സ്. ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എക്സ് സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ വരും അല്ലെ? 3x സ്ക്വയർ. ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്. എക്സ് സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇൻറ്റു എക്സും കൂടെ വന്നു. അപ്പൊ എന്ത് വരും? എക്സ് ക്യൂബ് വരും അല്ലെ? പ്ലസ് എക്സ് ക്യൂബ്. ഇനി 3x ഇൻറ്റു 3 9x അല്ലെ? പ്ലസ് 9x. 3x ഇൻറ്റു എക്സ്. എക്സിന്റെ ഒരു ടൈം ഇവിടെ ഉണ്ട്, ഇവിടെ എക്സിന്റെ ടൈം അല്ലെ? 3x ഇൻറ്റു എക്സ് 3x സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6 അല്ലെ? 6 പ്ലസ് 2 ഇൻറ്റു എക്സ് 2x. സെയിം ടൈംസ് ഉണ്ടോ? ആദ്യം എക്സ് ക്യൂബ് ഒരെണ്ണുള്ളൂ അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇനി എക്സ് സ്ക്വയറുകൾ എത്ര ഉണ്ട്? ഇവിടെ ഒരു 3x സ്ക്വയർ ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു 3x സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എക്സ് സ്ക്വയർ ഉണ്ട്? 3 3 6 അല്ലെ? 6x സ്ക്വയർ. സോ പ്ലസ് 6x സ്ക്വയർ. ഇനി എക്സുകളോ? ഇവിടെ ഒരു 9x കിടപ്പുണ്ട്, ഇവിടെ ഒരു 2x കിടപ്പുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 11x അല്ലെ? സോ പ്ലസ് 11x പ്ലസ് അടുത്ത സംഖ്യകള് ഇവിടെ 6 മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ 6. അതായത് വോളിയത്തിന്റെ മാറ്റം സൂചിപ്പിക്കുന്ന ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ബീജഗണിതം ഏതാണ്? എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 6. വോളിയം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വിളിക്കാം? വി എന്ന് വിളിക്കാം അല്ലെ? വി ഈക്വൽ ടു. അപ്പോൾ വി മാറുന്നത് അല്ലെങ്കിൽ വോളിയം മാറുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? എക്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? സൈഡുകൾ എന്തോരം ഇൻക്രീസ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മാറുന്നത്? വോളിയം മാറുന്നത് അല്ലെ? അപ്പോൾ വോളിയം മാറുന്നത് എക്സിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതും? വി ഓഫ് എക്സ് എന്ന് എഴുതും അല്ലെ? വോളിയം മാറുന്നത് എക്സിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് വി ഓഫ് എക്സ്. അപ്പോൾ പുതിയ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ചതുരക്കട്ടയുടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ്
6. ഇവിടെ x എന്താണ്? ഓരോ സൈഡുകളും എത്ര സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നതാണ് x. ഇവിടെയെല്ലാം നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്? ഓരോ അളവുകളുടെ മാറ്റം നമ്മൾ ഏത് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു? ഒരു ഓൾജിബ്ര ആയിട്ട് അല്ലെങ്കിൽ ബീജഗണിതമായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്താ എളുപ്പം കിട്ടിയത്? ഓരോ സൈഡുകൾക്കും അല്ലെങ്കിൽ ഓരോ അളവുകൾക്കും വന്ന മാറ്റം എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ? വി ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ സൈഡുകൾ എക്സ് സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലെ? അപ്പോൾ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് 1 സെന്റിമീറ്റർ ആയിരുന്നു ഇൻക്രീസ് ചെയ്തെങ്കിൽ വോളിയം എത്രയായിരുന്നു? നമുക്കതൊന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഓഫ് 1 കണ്ടുപിടിക്കണം അല്ലെ? വി ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലെ? അപ്പൊ 1ന്റെ ക്യൂബ് പ്ലസ് 6 ഇൻറ്റു 1ന്റെ സ്ക്വയർ പ്ലസ് 11 ഇൻറ്റു 1 പ്ലസ് 6. ഇങ്ങനെ എഴുതിയാ പോരെ? ഇതിന്റെ ആൻസർ എത്രയാ? 1ന്റെ ക്യൂബ് 1 തന്നെ അല്ലെ? 1 പ്ലസ് 6 ഇൻറ്റു 1ന്റെ സ്ക്വയർ 6 ഇൻറ്റു 1 6 പ്ലസ് 11 ഇൻറ്റു 1 11 പ്ലസ് 6 അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര കിട്ടും? 6 1 7 11 7 18 18 6 24 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? ഓരോ ക്വാണ്ടിറ്റിക്കും വരുന്ന മാറ്റം നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാനാണ് പഠിച്ചത്.